ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അഞ്ജലി. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കാട്ടിൽ മേക്കത് ദേവി ക്ഷേത്രത്തിലേക്കാണ്. അപ്പം വൃശ്ചിക മാസത്തിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസാണത്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ചേച്ചിയും കൂടി ആട്ടോ ഇന്ന് അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെയും കായലിൻ്റെയും നടുക്കായിട്ടാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം എന്താ അമ്പലത്തിലോട്ട് എത്താറായേ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി വണ്ടി പാർക്ക് ചെയ്ത ശേഷം പോകുന്നത് ബോട്ട് കയറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓടിപ്പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ ഇപ്പോൾ എടുക്കും, അതുകൊണ്ടാണ്. അമ്പലത്തിന് നടുക്കായിട്ട് ഒരു കിണറുണ്ട്. ബാക്ക് സൈഡിൽ കടലുണ്ടായിട്ട് പോലും ഈ കിണറിൻ്റെ വെള്ളത്തിന് തീരെ ഉപ്പ് രസമില്ല. ഇത് ഞാൻ കുടിച്ച് നോക്കിയിട്ട് പറയുന്നതൊന്നുമല്ല കേട്ടോ, പണ്ട് മുതലുള്ള കേട്ടറിവാണേ. അങ്ങനെ ഞങ്ങൾ ബോട്ട് ഇറങ്ങിയ ശേഷം നേരെ പോകുന്ന അമ്പലത്തിൻ്റെ ഫ്രണ്ട് വഴിയിലോട്ടാട്ടോ. സൈഡിലോട്ട് ഒരുപാട് കടകളുണ്ടായിരുന്നു. രാവിലെ വന്നതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കിണർ, ഇതാട്ടോ. ചേച്ചി ഇങ്ങനെ ഓടിപ്പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രസീത് എഴുതിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല തിരക്കാവും. ഞാൻ ആ സമയം ഈ മണലിൽ ഇങ്ങനെ പതിപ്പിച്ച് കളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം തൊഴുത ശേഷം നേരെ പോയത് പൊങ്കാല കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് പൊങ്കാല എല്ലാം കണ്ട് അവിടെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പായസം മേടിച്ച് നേരെ പോയത് ബാക്ക് സൈഡിലാണ്, ഈ കടൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കടലെല്ലാം കണ്ട് കാലൊക്കെ ഒന്ന് നനച്ച ശേഷം അവിടുന്ന് പൊരിയും മേടിച്ച് ഒരു ചായയും കുടിച്ചിട്ട് നേരെ ബോട്ട് കയറാൻ പോകുമ്പോഴാണ് കാണുന്നത് എല്ലാ കടയും തുറന്നു. അങ്ങനെ 2 കമ്മലും മേടിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.